ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് എക്കണോമിയിലെ മണി ഫ്ലോ നിയന്ത്രിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കപ്പെടേണ്ടത്, അതിന് തിരഞ്ഞെടുക്കുന്ന ടൂൾസ് എന്തൊക്കെ എന്നുള്ളതിൻ്റെ പേരുകൾ, ഇതൊക്കെ പരിചയപ്പെടുകയാണ് ഈ വീഡിയോ വഴി. വളരെ ഷോർട്ട് വീഡിയോ ആണ്, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു രാജ്യത്തിൻ്റെ എക്കണോമി വികസിക്കണമെങ്കിൽ മണി ഫ്ലോയ്ക്കും മണി സപ്ലൈക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. എങ്ങനെയാണ് മണി ഫ്ലോയും മണി സപ്ലൈയും ഒരു എക്കണോമിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ ക്ലാസ് വഴി മനസ്സിലാക്കും. അതുപോലെ തന്നെ മണി ഫ്ലോയും മണി സപ്ലൈയും ആരാണ് നിയന്ത്രിക്കുന്നത്, അത് ഏത് വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ള കാര്യവും ഈ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാത്തിനും ഉപരിയായി ഇൻഫ്ലേഷൻ എന്താണെന്ന് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഇൻഫ്ലേഷൻ എന്താണെന്ന് വിശദമായി പറയുന്ന ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകുന്നതാണ്, അതൊന്ന് കാണുക. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എക്കണോമിയിലെ മണി ഫ്ലോ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കറൻസിയുടെ വില, അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ എക്കണോമിയിൽ പൈസ ഉള്ളതുകൊണ്ടാണ്. പണിയെടുത്താൽ നമുക്ക് പൈസ കിട്ടും അല്ലേ? എങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടുന്നത്? എക്കണോമിയിൽ പണം ഉള്ളതുകൊണ്ടാണ് നമുക്കും പണം കിട്ടുന്നത്. പണിയെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പണിയെടുക്കുമ്പോൾ പൈസ പ്രതിഫലമായിട്ട് ലഭിക്കും. അങ്ങനെയാണ് മണി ഫ്ലോ എക്കണോമിയിൽ നടക്കുന്നത്. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ദാരിദ്ര്യ കഥകൾ കുറേ പറയുന്ന കേൾക്കാം. എന്തുകൊണ്ടാണ്? അവിടെ ആ കാലഘട്ടങ്ങളിൽ പൈസ കുറവായിരുന്നു. എല്ലാവരുടെയും കയ്യിലെടുക്കാനുള്ള കറൻസിയുടെ അളവെന്ന് പറയുന്നത്, നോട്ടുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. കാരണം അന്ന് 50 രൂപ തന്നെ എടുക്കുന്നത് വലിയ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ 50 രൂപയ്ക്ക് എത്ര വിലയുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താ? 50 രൂപ ഇപ്പോൾ സുലഭമായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം കറൻസിയുടെ വില നിർണ്ണയിക്കുന്നത് അതിൻ്റെ ദൗർലഭ്യവും പിന്നെ അത് സുലഭമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ള അവസ്ഥയുമാണ്. അപ്പം ഒരു കറൻസിയുടെ വില നിർണ്ണയിക്കുന്നത് എന്താണ്? അതിൻ്റെ ദൗർലഭ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ കറൻസി അല്ലെങ്കിൽ മണി ഫ്ലോ എക്കണോമിയിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ്. നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ഒരു രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നത്? അതിൽ ഇഷ്ടം പോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴാണ്. അതിന് പല പല ഘടകങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ട്. പണിയെടുക്കാൻ ഉള്ള ഏജിലുള്ള ചെറുപ്പക്കാർ, പ്രൊഡക്റ്റീവ് ഏജിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവരൊക്കെ പണിക്ക് പോകുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടും. പ്രതിഫലം അവർക്ക് പണമായിട്ട് ലഭിക്കുമ്പോൾ ആ പണം കൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങും, വീട് പണിയും. അങ്ങനെ വീട് പണിയുകയും സാധനം വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മളൊരു കടക്കാരൻ്റെ കയ്യിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരന് ലാഭം ഉണ്ടാകുന്നു. ആ കടക്കാരൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു, അവിടുത്തെ കുട്ടികളെ പഠിക്കാൻ വിടുന്നു. അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പണവും അല്ലെങ്കിൽ ഓരോ രൂപയും വേറൊരാൾക്ക് ലാഭമാവുകയും ആ വ്യക്തി ആ ലാഭത്തിൽ നിന്നും അവരുടെ കുടുംബം മുന്നോട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ എല്ലാവരും വലിയ വലിയ ജോലികൾക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു. അങ്ങനെയാണ് എല്ലാവരുടെയും കയ്യിലേക്ക് കൂടുതൽ മണി ജനറേറ്റഡ് ആയിട്ട് പണം എത്തുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് കാലങ്ങളിൽ വലിയ വലിയ മാളുകളോ അല്ലെങ്കിൽ വലിയ വലിയ കടകളോ ഒന്നുമില്ല. കൂടുതലും നമ്മൾ അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കുക. പണ്ട് നമ്മൾ അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ, അരിക്ക് നമ്മൾ പാടത്ത് പോലെ റേഷൻ കടയിൽ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് അരി കിട്ടും. പച്ചക്കറി നമ്മുടെ വീട്ടിൽ കാണും. കപ്പയും അല്ലെങ്കിൽ ചക്കയൊക്കെ വെച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ കഴിക്കും അല്ലേ? ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിലെ അധ്യാപകരായിട്ടോ ചെറിയ ചെറിയ ഗവൺമെൻറ് ജോലിയൊക്കെ ആയിട്ടോ ആർക്കെങ്കിലുമൊക്കെ ജോലി കാണും. അതേ അന്നത്തെ ജോലി, വരുമാനം, സാലറി, കറൻസി എന്നൊക്കെ ഒരു രീതിയിലൊരു ടച്ച് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു ബാർട്ടർ സിസ്റ്റം വഴിയാണ് നമ്മുടെ കേരളത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വന്നൊരു വിഭാഗമാണ് പ്രവാസികൾ വെളിയിൽ പോയി മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കുകയും അവിടുന്ന് ലഭിച്ച പണം കേരളത്തിലേക്കൊക്കെ അയച്ചു തരികയും ചെയ്തു. അങ്ങനെ കേരളത്തിലേക്ക് അയക്കപ്പെടുന്ന മണി ഇവിടെ എത്തുകയും നമ്മുടെ എക്കണോമിയെ ആ മണി കൊണ്ടൊരു ഫ്ലോ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രവാസിയുടെ മണി കേരളത്തിൻ്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പണം കൊണ്ട് അവർ പല സ്ഥലങ്ങൾ വാങ്ങുകയും റിയൽ എസ്റ്റേറ്റ് പിന്നെ സ്ഥാപനങ്ങൾ തുടങ്ങുകയും സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജോലിക്ക് നിൽക്കാൻ ആളുകളെ വേണം. അപ്പം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് മേഖലകളിൽ എന്താകുന്നു? ജനറേറ്റഡ് ആകുന്നു. പിന്നെ ഗവൺമെൻറ് പല പല പരിപാടികളും പദ്ധതികളും കൊണ്ടുവരുന്നു. പല IT പാർക്കുകളും മറ്റു കാര്യങ്ങളും കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ പല പല കാരണങ്ങൾ കൊണ്ടാണ് പണ്ടത്തെ നിന്നും ഇപ്പോഴത്തെ രീതിയിലേക്ക് കേരളത്തിലെ എക്കണോമിയുടെ മണി ഫ്ലോ ജനറേറ്റായി കൂടി വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം ഇതിന് പാരലായിട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ രാജ്യവും നമ്മുടെ നാടും നമ്മുടെ കേരളവും ഒക്കെ എങ്ങനെ മണി ഫ്ലോയിൽ വളരെ അൺബീറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന മണി ഫ്ലോ നമുക്ക് ലഭിച്ചത്. മണി ഫ്ലോ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞതാണ് മണി ഫ്ലോ. എക്കണോമിയിലൂടെ പണം ഒഴുകുന്നൊരവസ്ഥ, പല കൈകളിലൂടെ തിരിഞ്ഞും മറിഞ്ഞും പണം ഒഴുകി ആളുകളിലേക്ക് എത്തുന്നു. അതിനെയാണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. ഈ മണി ഫ്ലോയെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? മണി സപ്ലൈ. മണി ഫ്ലോയും മണി സപ്ലൈയും എപ്പോഴും റെഗുലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഒരു സന്തുലിത അവസ്ഥയിൽ പോകുന്നതാണ് എല്ലാ കാലത്തും നല്ലത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മഴ എടുക്കുക, മഴ പെയ്യുന്നത് നല്ലതാണ്. പക്ഷെ പെരുമഴയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലഡിങ് സംഭവിക്കും, അല്ലെ? വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുപോലാണ് മണി ഫ്ലോയുടെയും മണി സപ്ലൈയുടെയും കാര്യം. പണം എക്കണോമിയിൽ നല്ലതാണ്, പക്ഷേ അത് ഒരു പരിധിയിൽ കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ പണം എക്കണോമിയിലേക്ക് എത്തുന്നു, എല്ലാവരിലേക്കും പണം എത്തുന്നു, എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. എല്ലാവരുടെയും കയ്യിൽ പൈസ വരുമ്പോൾ എല്ലാവരും സാധനത്തിന് പോകുന്നു. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളും കാര്യങ്ങളും നമ്മുടെ എക്കണോമിയിലുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ പണം കൊണ്ട് ആ സാധനം വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സാധനത്തിന് വില ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പണം ഉള്ളവർക്ക് മാത്രം എക്കണോമിയിലെ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ പണം എല്ലാവരുടെയും കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആ പണത്തിന് വലിയ വിലയും ഇല്ലാണ്ടാകും. പണത്തിൻ്റെ ദൗർലഭ്യമാണ് അതിൻ്റെ കറൻസിയുടെ വിലയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പൈസ ആവുകയാണെങ്കിൽ അതൊരു പേപ്പർ കെട്ട് മാത്രമാണ്. അതിൻ്റെ ദൗർലഭ്യമാണ് ആ പൈസയുടെ വിലയെ നിർണ്ണയിക്കുന്നത്. അപ്പം പണം എല്ലാവരിലേക്കും ഒരു കൺട്രോളും ഇല്ലാതെ എത്തുകയാണെങ്കിൽ അത് വളരെ മോശമായൊരവസ്ഥയിലേക്ക്, ആ പണത്തിൻ്റെ ആ കറൻസിയുടെ വില തന്നെ ഇല്ലാണ്ടാവുകയും ആ പണം കൊണ്ട് നമുക്ക് പർച്ചേസിങ് പവർ നഷ്ടപ്പെടുകയും ചെയ്യും. അത് ആ പണം കൊണ്ടുണ്ടാകുന്ന പർച്ചേസിങ് പവർ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ പണത്തിൻ്റെ ഒരു വിലയില്ലാണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പണപ്പെരുപ്പത്തിനെക്കുറിച്ചും ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ ദയവായിട്ട് ഒന്നുകൂടി കാണുക. ഓക്കെ. അപ്പോൾ അങ്ങനെ എക്കണോമിയിലെ മണി ഫ്ലോ നിയന്ത്രിച്ചാലേ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രൂപ നോട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ രൂപ നോട്ട് വെറും കടലാസ് കെട്ട് മാത്രമായിട്ട് മാറും. മണി ഫ്ലോ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്കിപ്പോൾ ലഭിക്കുന്ന കറൻസിയുടെ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ പൈസയായി മണി ഫ്ലോ അനിയന്ത്രിതമാണെങ്കിൽ ഇത് വെറും ഒരു നോട്ട് കെട്ട് അല്ലെങ്കിൽ കടലാസ് കെട്ട് മാത്രമായിട്ടേ ഇരിക്കത്തുള്ളൂ. അതിനൊരു വില ഉണ്ടാകുകയില്ല. അപ്പം ആ എല്ലാ കറൻസിയുടെയും വില ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് RBI ചെയ്യുന്നത്. അതിന് RBI ചെയ്യുന്നത് മണി സപ്ലൈ മണി ഫ്ലോയും എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പം നിയന്ത്രിതമായിട്ടുള്ള മണി ഫ്ലോയും മണി സപ്ലൈയുമാണ് നമ്മുടെ എക്കണോമിയിൽ ലഭ്യമായിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ അളവും എക്കണോമിയിലേക്ക് ആവശ്യത്തിന് വേണം. നമ്മളൊരു കൊച്ചു വളർന്നു വലുതാവുന്നത് പോലെ, കൊച്ചായിരിക്കുമ്പോൾ അതിന് കുറച്ച് ഫുഡ് മതി. വലുതാവും തോറും അതിന് ഇഷ്ടം പോലെ ഫുഡ് കൊടുത്താലേ അത് ന്യൂട്രീഷ്യസ് ആയിട്ട് അത് ഫിറ്റ് ആയിട്ടിരിക്കാൻ അതിന് പറ്റത്തുള്ളൂ, അല്ലേ? അതുപോലെയാണ് എക്കണോമി വളർന്നുകൊണ്ടിരിക്കുക. അപ്പം ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അതിനാവശ്യമാകുന്ന അതിൻ്റെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള മണി ഫ്ലോയും മണി സപ്ലൈയും എക്കണോമിയിൽ ഉറപ്പ് വരുത്തുക എന്നുള്ളതും ആരുടെ ദൗത്യം തന്നെയാണ്? RBIയുടെ ദൗത്യം തന്നെയാണ്. അപ്പം നിയന്ത്രിക്കുക എന്നുള്ളത് കൊണ്ട് മണി ഫ്ലോയെ വെട്ടിക്കുറയ്ക്കുക എന്ന് മാത്രമല്ല, മണി ഫ്ലോ ആവശ്യത്തിൽ കൂടുതൽ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ മണി ഫ്ലോ കൂട്ടാനും RBI ശ്രമിക്കാറുണ്ട്. ഓക്കെ. RBI എങ്ങനെയാണ് ഈ മണി ഫ്ലോയും മണി സപ്ലൈയും നിയന്ത്രിക്കുന്നത്, അതിനുപയോഗിക്കുന്ന ടൂൾസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാങ്കുകൾ വഴി, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയാണ് RBI ഇത് പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് മാത്രമല്ല, അല്ലാതെ കുറേ ബാങ്കുകളുണ്ടല്ലോ RBIയുടെ കീഴിലുള്ള. ആ ബാങ്കുകൾ വഴിയാണ് RBI മണി ഫ്ലോയും മണി സപ്ലൈയും നിയന്ത്രിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എക്കണോമിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും പ്രതിഫലമായിട്ട് പണം ജനറേറ്റ് ആവും. ഈ പണം എന്ത് ചെയ്യും? ഈ പണം ബാങ്കുകൾ വഴി കയറി ഇറങ്ങി പോകാറുണ്ട് എല്ലാ കാലത്തും. ഓക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നാൽ ഞാൻ കുറച്ച് ചിലവാക്കി കഴിഞ്ഞ് കുറച്ച് പൈസ ഞാൻ ചിലപ്പോൾ ബാങ്കിൽ കൊണ്ടിടും. ഇപ്പം ഞാൻ ചിലവാക്കുന്നത് ഒരു സാധനം വാങ്ങിച്ചാണെങ്കിൽ ആ സാധനം വാങ്ങിക്കുന്ന കടക്കാരൻ കിട്ടുന്ന ലാഭം മുഴുവനും എവിടെ ആയിരിക്കും കൊണ്ട് ഇടുന്നത്? ബാങ്കുകളിലായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു പോർഷൻ നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു പോർഷൻ പണം എപ്പോഴും ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ആവാറുണ്ട്. അപ്പം അങ്ങനെ ഡെപ്പോസിറ്റ് ആവുന്ന പണം വഴിയാണ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്? ഈ മണി സപ്ലൈയും കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം RBI എങ്ങനെയാണ് മണി സപ്ലൈയും മണി ഫ്ലോയും നിയന്ത്രിക്കുന്നത്? ബാങ്കുകൾ വഴിയാണ് എന്നുള്ളത് ഓർക്കുക. ബാങ്കുകൾ വഴി എന്ത് ടൂൾസ് ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്? അതിനാണ് CRR, SLR, ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെ കുറേ റേറ്റുകളുടെ പേര് നിങ്ങൾ പഠിക്കും. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓരോരുത്തരെയും വീതം പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം ഈ ടൂൾസ് ഉപയോഗിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് മുഖേനയാണ് RBI മണി സപ്ലൈ മണി ഫ്ലോ നിയന്ത്രിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. ഇത് ഭയങ്കര, എനിക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ കേൾക്കുക. ഓക്കെ. അപ്പം ഇതാണ് മണി ഫ്ലോയും മണി സപ്ലൈയും എക്കണോമിയിൽ എങ്ങനെ സംഭവിക്കുന്നു, അതിനെ ആര് നിയന്ത്രിക്കുന്നു, അത് ഏത് വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ തരുന്ന ക്ലാസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ CRRും SLRും ഒക്കെ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ. അപ്പം മണി ഫ്ലോ അധികമായാൽ ഇൻഫ്ലേഷനിൽ ചെന്ന് കലാശിക്കും. ഓക്കെ. മണി ഫ്ലോ കുറഞ്ഞാൽ
എക്കണോമിക് ആക്ടിവിറ്റീസും കുറയും. പണ്ടത്തെ നമ്മുടെ അപ്പൂപ്പന്മാരുടെയൊക്കെ കാലഘട്ടം പോലെ ആകും. മണി ഫ്ലോ കൂടിയാൽ ഇൻഫ്ലേഷൻ സംഭവിക്കും. അത് ഭയങ്കര അസഹ്യമായിരിക്കും എക്കണോമിക്ക്. പനിയൊക്കെ പിടിക്കുന്ന പോലെ ആയിരിക്കും. നമ്മൾ പണിയെടുത്ത് ശരീരം അങ്ങ് ക്ഷീണിച്ചാൽ നമുക്ക് ഇനി നെക്സ്റ്റ് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാകത്തില്ലേ? അതുപോലെയാണ് മണി ഫ്ലോ കൂടിയാൽ, അല്ലെങ്കിൽ മഴ പെയ്ത് ഫ്ലഡിങ് സംഭവിക്കുന്ന പോലെ ആകും. മണി ഫ്ലോ കൂടുകയാണെങ്കിൽ എക്കണോമിക്ക് ഇൻഫ്ലേഷൻ സംഭവിക്കും. ഇൻഫ്ലേഷൻ എക്കണോമിയുടെ ആക്ടിവിറ്റീസിനെ താഴോട്ട് കൊണ്ടുപോകും. ഇനി മണി ഫ്ലോ കുറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കാലഘട്ടം പോലെ ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് മണി ഫ്ലോ എന്ത് ചെയ്യണം? എപ്പോഴും നിയന്ത്രിച്ച് നിർത്തണം. അതാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് സെൻട്രൽ ബാങ്കിൻ്റെ കീഴിലുള്ള ബാങ്കുകൾ വഴിയാണ് ഈ ഒരു മണി ഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ ബാങ്കുകൾ തടയുന്നത് സെൻട്രൽ ബാങ്ക്. മാത്രമല്ല അതിനുപയോഗിക്കുന്ന ടൂൾസാണ് നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ക്വാളിറ്റേറ്റീവ് ടൂൾസും, CRR, SLR, റിവേഴ്സ് റിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ടൂൾസിനെ കുറിച്ച് വിശദമായ ക്ലാസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഫ്ലേഷൻ്റെ വീഡിയോ നിങ്ങൾ കേൾക്കുക. എക്കണോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പുതിയ പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കിരുന്ന് കേൾക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.